السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. الصلاة والسلام على رسوله الأمين محمد وعلى آله وأصحابه أجمعين أما بعد. ബാബു ദഅവത്തിൽ വാലിദൈൻ, മാതാപിതാക്കളുടെ പ്രാർത്ഥന. അധ്യായത്തിൻ്റെ പേര് ബാബു ദഅവത്തിൽ വാലിദൈൻ, മാതാപിതാക്കളുടെ പ്രാർത്ഥന. عن أبي هريرة رضي الله عنه قال قال النبي صلى الله عليه وسلم, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്നു. സലാസു ദഅവാത്തിൻ മുസ്തജാബാത്തിൻ ലഹുന്ന, 3 പ്രാർത്ഥനകൾ അവ ഉത്തരം നൽകപ്പെടുന്നവയാണ്. അള്ളാഹുവിനോട് ഒരു വ്യക്തി നിർവഹിക്കുന്ന ഏത് പ്രാർത്ഥനയും അതിന് ഇസ്തിജാബത്തുണ്ട്, അത് പല രൂപത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്നാൽ 2-3 തരത്തിലുള്ള പ്രാർത്ഥനകൾ അത് ഉത്തരം കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ലാ ശക്ക ഫീ ഹിന്ന, അതിൽ സംശയമില്ല. അതായത് ഫീ ഹിന്ന എന്ന് പറഞ്ഞാൽ ഫീ ഇസ്തിജാബത്തി ഹിന്ന, ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന കാര്യത്തിൽ സംശയമില്ല. അതിൽ ഒന്ന് ദഅവത്തുൽ മദ്ലൂം, രണ്ടാമത്തേത് ദഅവത്തുൽ മുസാഫിർ, മൂന്നാമത്തേത് ദഅവത്തുൽ വാലിദൈനി അലാ വലദിഹിമ. അപ്പോൾ 3 പ്രാർത്ഥനകൾ. അതിൽ ഒന്നാമത്തേത് ദഅവത്തുൽ മദ്ലൂം. മദ്ലൂം എന്ന് പറഞ്ഞാൽ ആക്രമിക്കപ്പെട്ടവൻ എന്നാണ്, മർദ്ദിതൻ. ചില വ്യക്തികൾ മറ്റു ചില വ്യക്തികളെക്കാൾ സാമ്പത്തികമായും അല്ലെങ്കിൽ ശാരീരികമായും അങ്ങനെ പല നിലക്കുമെല്ലാം ദുർബലാവസ്ഥയിലായിരിക്കും. അപ്പോൾ അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദൗർബല്യത കണക്കിലെടുത്തുകൊണ്ട് അവരോട് അക്രമങ്ങൾ കാണിക്കുക എന്നുള്ളത് സാധാരണയായി കണ്ടുവരുന്ന കാര്യമാണ്. അപ്പോൾ ഈ വ്യക്തികൾക്ക് തങ്ങളുടെ ദൗർബല്യത അള്ളാഹുവിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കലല്ലാതെ, അള്ളാഹുവിനോട് പറയലല്ലാതെ മറ്റു നിർവാഹമില്ല. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും നിലയ്ക്ക് ഒരു വ്യക്തി ആക്രമിക്കപ്പെടുകയും ആ ആക്രമിക്കപ്പെട്ട വ്യക്തി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്താൽ അവൻ്റെ പ്രാർത്ഥന അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കും എന്നാണ്. മറ്റു ചില റിപ്പോർട്ടുകളിൽ വന്നിട്ടുള്ളത് അവൻ്റെയും അവൻ്റെ പ്രാർത്ഥനയുടെയും അള്ളാഹുവിനും ഇടയിൽ യാതൊരു മറയുമില്ല എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതായി വേറെ ചില ഹദീസുകൾ കാണുവാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് നമ്മൾ അന്യായമായി ആരോടും പെരുമാറരുത്. അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാമ്പത്തികമായോ ശാരീരികമായോ അല്ലെങ്കിൽ അഭിമാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏതോ ആകട്ടെ, നമ്മുടെ ഒരു പ്രവർത്തനം കൊണ്ട് മറ്റൊരാൾ ആക്രമിക്കപ്പെടാൻ പാടില്ല. കാരണം ആ വ്യക്തി അള്ളാഹുവിനോട് നമുക്കെതിരെ ദുആ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രാർത്ഥന അള്ളാഹു തആല സ്വീകരിക്കും. രണ്ടാമത്തേത് ദഅവത്തുൽ മുസാഫിർ, യാത്രക്കാരൻ്റെ പ്രാർത്ഥന. യാത്ര ചെയ്യുന്ന വ്യക്തികൾ അള്ളാഹുവിനോട് പ്രാർത്ഥന നിർവഹിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ കൂടുതൽ സാധ്യതയാണ്. അത് ഉത്തരം കിട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. മൂന്നാമത്തേത് ദഅവത്തുൽ വാലിദൈനി അലാ വലദിഹിമ, നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യം ഇതാണ്. മാതാപിതാക്കൾ മക്കൾക്കെതിരെ നിർവഹിക്കുന്ന പ്രാർത്ഥനകൾ. മക്കളിൽ നിന്ന് ചിലപ്പോൾ അനിഷ്ടകരമായ സ്വഭാവങ്ങളും പ്രകൃതിയും കാണുമ്പോൾ ക്ഷമ കെട്ടുകൊണ്ട് സഹിക്കാൻ കഴിയാതെ ആയിത്തീരുന്ന സാഹചര്യങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ മാതാപിതാക്കൾ മക്കൾക്കെതിരെ പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനത്തെ ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാകുവാൻ പാടില്ല. മക്കളുടെ നന്മയ്ക്ക് വേണ്ടിയും അവൻ്റെ തൗഫീഖിന് വേണ്ടിയും അവൻ്റെ നല്ല നടപ്പിന് വേണ്ടിയും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നുള്ളതല്ലാതെ മക്കൾക്കെതിരെ ഒരിക്കലും മാതാപിതാക്കൾ പ്രാർത്ഥിക്കരുത്. ആ പ്രാർത്ഥനയും അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഈ ഹദീസ് വിശദീകരിക്കുന്നതിനകത്ത് ഇമാം മുനാവി റഹിമഹുല്ല പറയുന്നു, എന്തുകൊണ്ടാണ് ഒരു മർദ്ദിതൻ്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുന്നത്? അതിനുള്ള കാരണം അദ്ദേഹം പറയുകയാണ്, ഖഹിരി, അവൻ്റെ ആധിപത്യം കൊണ്ട്. കാരണം അവരിൽ മറ്റുള്ള ആളുകൾ ആധിപത്യം ചെലുത്തുകയാണ്. അപ്പോൾ എല്ലാവരിലും ആധിപത്യമുള്ള അള്ളാഹുവിനോട് ഇവൻ്റെ കൈകൾ നീട്ടുമ്പോൾ ആ പ്രാർത്ഥന അള്ളാഹു തആല സ്വീകരിക്കും. എന്നാൽ യാത്രക്കാരൻ്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുന്നു. അതെന്തുകൊണ്ടാണ്? ലിഖുർബത്തിഹി വ വഹദത്തിഹി, ആ മനുഷ്യൻ ഒറ്റപ്പെട്ടു പോവുകയാണ്. കാരണം കൂട്ടുകുടുംബങ്ങളോ മറ്റു നാട്ടിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന സൗകര്യങ്ങളോ ഒന്നും യാത്രാ സന്ദർഭങ്ങളിൽ ഇല്ല. അവൻ ഏകനാണ്, അവൻ ഒറ്റപ്പെട്ടു പോകുന്ന അപരിചിതത്വത്തിൻ്റെ അവസ്ഥയിലാണ്. അപ്പോൾ അവൻ്റെ ഖുർബത്തും അവൻ്റെ വഹദത്തും, അപരിചിതത്വവും അതേപോലെ അവൻ ഒറ്റക്കായി പോകുന്ന അവസ്ഥകളും. അതുകൊണ്ടാണ് അവൻ അള്ളാഹു തആല പ്രത്യേകം പരിഗണിക്കുന്നത്.
മൂന്നാമത്, മാതാപിതാക്കളുടെ പ്രാർത്ഥന എന്തുകൊണ്ടാണ് മക്കൾക്കെതിരെ നിർവഹിക്കപ്പെടുമ്പോൾ അത് അള്ളാഹു താല സ്വീകരിക്കുന്നത്? അത് ലിദിഫ്അത്തി മൻസിലത്തിഹി, മാതാപിതാക്കളുടെ സ്ഥാനത്തിൻ്റെ ആ പദവി, അതിൻ്റെ ഉയർച്ചയെയാണ് അറിയിക്കുന്നത്. അത്രമാത്രം മഹത്വം മാതാപിതാക്കൾക്കുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന രണ്ട് കാര്യങ്ങൾ. ഒന്ന്, മാതാപിതാക്കൾ നമുക്കെതിരെ പ്രാർത്ഥിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകാൻ പാടില്ല. നമ്മുടെ സ്വഭാവങ്ങളിലോ നമ്മുടെ വാക്കുകളിലോ നമ്മുടെ പ്രവർത്തനങ്ങളിലോ അത്തരം സംഗതികൾ ഉണ്ടാകാൻ പാടില്ല. ഇനി ഏതെങ്കിലും നിലക്ക് മക്കളിൽ നിന്ന് അങ്ങനെ വല്ലതും കാണപ്പെട്ടാൽ മാതാപിതാക്കൾ ഒരിക്കലും അവർക്കെതിരെ പ്രാർത്ഥിക്കുവാനും പാടില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ 3 കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.